ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തു, കുറേ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി, നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള പാറ്റേൺസിനെ റീവയർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഇതിലൂടെ ഗോ ത്രൂ ചെയ്തു വന്നപ്പോ നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം. പുതിയ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ടാവാം. മറ്റു ചിലരുടെ മനസ്സിൽ ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടാവാം. എന്നാ നിങ്ങൾ എന്ന വ്യക്തി ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഓരോ ദിവസത്തിലും നമ്മുടെ ലൈഫിലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളും ഉയർച്ചകളും കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവർ തന്നെയായിരിക്കും, അല്ലെ? അപ്പോ ആ യാത്രയുടെ ഏറ്റവും ആദ്യത്തെ ചുവടുകൾ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മളിപ്പോ ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാംസ് ഒക്കെ കൊടുക്കുമ്പോൾ, ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് ഒക്കെ കൊടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആ വ്യക്തിയുടെ യാത്രയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അതാണ്. അതായത്, ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ 3 അടിസ്ഥാനപരമായിട്ടുള്ള, കുറച്ചും കൂടി വിശദമായിട്ട് പറഞ്ഞ, നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ എന്താണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്? അല്ലെങ്കിൽ എന്റെ നിലനിൽപ്പ് സാധ്യമാകുന്നത് എന്തുകൊണ്ട്? വാട്ട് ഈസ് ദ പോസിബിലിറ്റി ഓഫ് മൈ എക്സിസ്റ്റൻസ്? വാട്ട് മേക്ക് പോസിബിൾ മൈ എക്സിസ്റ്റൻസ്? ഈ ചോദ്യം നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കുക. വാട്ട് മേക്ക് പോസിബിൾ മൈ എക്സിസ്റ്റൻസ്? എന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് എന്ത്? സന്തോഷകരവും സന്തുലിതവുമായിട്ടുള്ള ഒരു ജീവിതം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മൾ സന്തോഷം, വിജയം, സമാധാനം, വ്യക്തിത്വ വികസനം എന്നിവയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യം: നിങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത് എന്താ? നമുക്ക് പറയാം, നമുക്ക് നിലനിൽക്കണമെങ്കിൽ പണം വേണം, ജോലി വേണം, വീട് വേണം, കുടുംബം വേണം, നല്ല നല്ല റിലേഷൻഷിപ്പ് വേണം, ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, റിസോഴ്സസും എല്ലാം വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇവയെല്ലാം നമുക്ക് വേണം. എന്നാ ഈ പറഞ്ഞതിനെ എല്ലാം അനുഭവിക്കാനായിട്ട്, എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ ദാറ്റ് മേക്ക് പോസിബിൾ യുവർ എക്സിസ്റ്റൻസ്. അതാണ് നിങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്. എന്തൊക്കെയാണ്? ലെറ്റ് മീ ഷോ യു എ ഇമേജ്. ഇതില് ചക്രാസിന്റെ നെയിമോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചക്രം ബേസ്ഡ് മെഡിറ്റേഷൻ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിന്റെ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചിത്രത്തിൽ നോക്കിയാലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ? വാട്ട് മേക്ക് മൈ എക്സിസ്റ്റൻസ് പോസിബിൾ? 3 എസെൻഷ്യൽ ഫൗണ്ടേഷൻ ഓഫ് അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ നിലനിൽപ്പിന്റെ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ 3 തെളിവുകൾ, അതല്ലെങ്കിൽ ആ നിലനിൽപ്പ് സാധ്യമാക്കുന്ന 3 ഘടകങ്ങൾ. 1 ഭൂമി, 2 ശരീരം, 3 ശ്വാസം. അപ്പോ നമുക്കിവിടെ ആയിരിക്കണമെങ്കിൽ, ഈ പറയുന്ന എല്ലാ റിസോഴ്സസും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഭൂമിയിലായിരിക്കണം.
അപ്പൊ എന്താണ് അതിനെപ്പറ്റി പറയുന്നത്? The earth is the foundation of life. It supports us, nourishes us, and provides everything we need to survive. Without this planet, our physical existence would not be possible. അപ്പോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ഭൂമി എന്ന് പറയുന്നതാണ് നമ്മൾക്ക് വിഭവങ്ങളും സാധ്യതകളും എല്ലാം റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ആൻഡ് നമ്മൾ കഴിക്കുന്ന ആഹാരം ആയിക്കോട്ടെ, വെള്ളം, അതുപോലെ നമ്മുടെ ശ്വാസം, താമസിക്കുന്ന സ്ഥലം, നമ്മുടെ കുടുംബം, എല്ലാ കാര്യങ്ങളും, എന്തൊക്കെ വിഭവങ്ങൾ നമുക്ക് ആവശ്യമാണോ അവയെല്ലാം തന്നെ നമുക്ക് അവൈലബിൾ ആകുന്നത് ഈ ഒരു പ്ലാനറ്റിനുള്ളിൽ നിന്നാണ്. അപ്പോ നിങ്ങളോട് ഈ ഒരു നിമിഷം നിങ്ങൾ ചോദിച്ചു നോക്കുക, നമ്മൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങൾ ഇല്ല എന്ന് നമ്മൾ പറയും. യഥാർത്ഥത്തില് എവിടെ നിന്നാണ് നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആകേണ്ടത്? അത് നമുക്ക് അവൈലബിൾ ആകാനായി നമ്മൾ കണക്റ്റഡ് ആയിരിക്കേണ്ടത് എന്തിനോടാണ് യഥാർത്ഥത്തിൽ? ഈ ഒരു ചോദ്യമാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. വൈ മെഡിറ്റേറ്റേഴ്സ് ആൻഡ് എന്താ പറയുക, ഒരു ഹീലിംഗ് ജേർണിയിലേക്ക് വരുന്നവര് എന്തുകൊണ്ടായിരിക്കും നേച്ചർ, എർത്ത് ഇതുമൊക്കെ ആയിട്ട് കൂടുതൽ കണക്റ്റഡ് ആകാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദ ഓൺലി തിങ് have the capacity to nourish you, fulfill your need is earth. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇപ്പം ജോലി ആയിക്കോട്ടെ, അതുപോലെ അച്ചീവ്മെന്റ്സ് ആയിക്കോട്ടെ, സമാധാനം ആയിക്കോട്ടെ, റിലാക്സേഷൻ ആയിക്കോട്ടെ, വാട്ട് എവർ യു നീഡ്, എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് ഈ പ്രകൃതിയിൽ നിന്നും ഭൂമിയിൽ നിന്നും മാത്രമാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത്. ഭൂമിയില് അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളില് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് പറ്റുമ്പോൾ മാത്രമാണ് നമ്മുടെ യാത്രയിൽ നമ്മൾ എന്താവുന്നത്, സ്റ്റേബിൾ ആവുന്നത്, ഗ്രൗണ്ടഡ് ആകുന്നത്. കഴിഞ്ഞു പോയ കാര്യങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ പോകുന്നതും മാറ്റി, അല്ലെങ്കിൽ വരാനിരിക്കുന്നതിനെ പറ്റി കൂടുതൽ ആകുലപ്പെടാതെയും ഈ നിമിഷത്തിലായിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ there is only one thing: connect with Mother Earth. That is why when we start meditation journey, we first of all understand how we can reconnect with Mother Earth. And the second thing is, we can see here, body. Body is an extension of the earth. It is made from the same elements found in nature. Through this body, you experience life, relationship, emotion, and growth. Your body is the vehicle that allows your consciousness to exist and express itself in the world. അതായത് നമ്മൾക്കറിയാം, നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില്, നമ്മുടെ ഈ ശരീരത്തിനപ്പുറത്ത് എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കാനും ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഇന്റലിജൻസ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഇന്റലിജൻസ് വി കോൾഡ് പ്യുവർ കോൺഷ്യസ്നെസ്. സോ ആ ഒരു കോൺഷ്യസ്നെസ്സിന് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ്, അതായത് ആ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്, അതായത് നിങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നതിന്റെ കാരണം നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയാണ്. വിതൗട്ട് ദാറ്റ് നമ്മൾക്കൊരു ഫോമോ ഒരു എന്താ പറയാ നമ്മൾ മനസ്സിലാക്കാനോ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ ബോഡി ഗിവ്സ് എ ഫോം ടു യുവർ കോൺഷ്യസ്നെസ്. നിങ്ങളാകുന്ന ആ ഒരു അവബോധത്തിന് ഒരു രൂപം നൽകുന്നത് നമ്മുടെ ശരീരമാണ്. ആൻഡ് വൺ മോർ തിങ് അവിടെ പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് എർത്ത്. ഭൂമിയുടെ തുടർച്ചയാണ് എന്നാ പറയുന്നത്. ബിക്കോസ് വാട്ട് എവർ സീൻ ഇൻ ദിസ് പ്ലാനറ്റ്, ഇൻ ദിസ് എർത്ത്, ഇസ് ഓൾറെഡി ഇൻസൈഡ് യു. വാട്ടർ,
എവ്രിതിങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ശരീരവും ഭൂമിയും തമ്മിൽ ഒരു സമതുലിതാവസ്ഥയിൽ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നത്. ലെറ്റ് മീ ഗിവ് യു ആൻ എക്സാമ്പിൾ. നമുക്ക് എന്തൊരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴും ഡോക്ടർ അതിന് പിന്നിൽ ഒരു ഡെഫിഷ്യൻസിനെ പറ്റി പറയാറുണ്ട്. ആ ഡെഫിഷ്യൻസി ശരിക്കും നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ദാറ്റ് ഈസ് എൻ എലമെന്റ് ഓൾറെഡി വി കൻ സീ ഇൻ ദിസ് നേച്ചർ. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ എന്ന് പറയുന്നത് ഭൂമിയുടെ തുടർച്ച തന്നെയാണ്. എപ്പോഴാണോ അതിൽ എന്തെങ്കിലും ഇംബാലൻസ് വരുന്നത് അപ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. കൃത്യമായ ഭക്ഷണത്തിലൂടെയും നേച്ചർ നമുക്ക് കാണിച്ചു തന്ന ഒരു ഋതമുണ്ട്. ആ ഋതത്തിലൂടെ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബാക്ക് ടു ബാലൻസ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യം ബോഡി. മൂന്നാമത്തത് ബ്രെത്ത്. Breath is the bridge between the body and life itself. Every breath carries prana, the vital life force that keep you alive. The moment breath stops, physical life ends. നമ്മുടെ ശരീരത്തെ അലൈവ് ആക്കി വെക്കുന്നത്, ജീർണിക്കാതെ നിലനിർത്തുന്നത് നമ്മുടെ ശ്വാസമാണ്. ശരിക്കും നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ എൻറ്റയർ ബോഡി സിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്ന് നമ്മുടെ ശ്വാസമാണ്. അതേപോലെ അതേ ശ്വാസം ബോധപൂർവം നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ തിരിച്ചു കൊണ്ടുവരാം. മെഡിറ്റേറ്റേഴ്സ് പറയാറുണ്ട് നിങ്ങളുടെ ഇമോഷൻസ്, വികാരങ്ങളും നിങ്ങളുടെ ഉള്ളിലുള്ള ഫീലിങ്സും മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗതി മാറും. അങ്ങനെയെങ്കിൽ ശ്വാസത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ലോങ് ടൈം മെഡിറ്റേറ്റേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. If you really want to meditate, if you really want to transform your life, the first step is learn how to breathe. എങ്ങനെ ശ്വസിക്കാം എന്ന് പഠിക്കുക എന്നാ പറയുന്നത്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഒരു put aside എന്നുള്ളതാണ്. And just listen me. The first thing you want to understand, if you are a person really seeking an answer for your solution, for your problems, the only thing, the first step you want to learn is learn how to take relaxing and deep breath, long exhalation. So in the next video, I will teach you how to understand the long exhalation, how the long and rhythmical breath help you to minimize the stress and anxiety inside you. So see you on next video.